നമസ്കാരം. നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് മലയാളികളെയൊക്കെ ചതിച്ചുകൊണ്ടിരുന്ന വഞ്ചിച്ചുകൊണ്ടിരുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന കള്ളന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായതാണ്. നിമിഷപ്രിയയുടെ കേസിലെ വിക്ടിമായിട്ടുള്ള തലാലിന്റെ സഹോദരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കള്ളങ്ങൾ മുഴുവനായിട്ട് പൊളിഞ്ഞത്. സാമുവൽ ജെറോം ഇത്രയും നാളും നമ്മളോടൊക്കെ കള്ളത്തരം പറയുമായിരുന്നു. നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് ഒരുപാട് കാശ് അയാൾ പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് തലാലിന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പോസ്റ്റിൽ വേറൊരു കാര്യവും കൂടി പറയുന്നു. നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് ഇന്നേ വരെ ഞങ്ങളുടെ അടുത്തേക്ക് വരികയോ ഞങ്ങളുടെ അടുത്ത് പൈസ തരികയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, നിമിഷപ്രിയയുടെ ശിക്ഷ ഉറപ്പായപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞു എന്നുപോലും ഈ സഹോദരൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു കള്ളത്തരം ഇടേണ്ട ഒരു ആവശ്യവുമില്ല. അത് സത്യമായതുകൊണ്ടായിരിക്കണമല്ലോ. കാരണം അയാളുടെ ബ്രദറിന്റെയും കൂടി പേര് പറഞ്ഞിട്ടാണ് ഈ സാമുവൽ ജെറോം കള്ളത്തരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നമുക്ക് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചതും. ഒരുപാട് ന്യൂസ് ചാനലിൽ അതിന്റെ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചു. മാത്രമല്ല, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. സാമുവൽ ജെറോമിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അയാളുടെ കള്ളങ്ങൾ മൊത്തം പൊളിഞ്ഞു. അപ്പൊ ഈ നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് പിരിച്ചെടുത്ത പൈസയെല്ലാം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യവും കൂടി അവിടെ ഉയർന്നു വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് ഈ സാമുവൽ ജെറോം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോ ഒരു നാടകവുമായിട്ട് വന്നിട്ടുണ്ട്. നിമിഷപ്രിയയുടെ അമ്മയെ ഒപ്പം ഇരുത്തി ആ പാവ സ്ത്രീയെയും കൊണ്ടിട്ട് കള്ളത്തരം പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൺ ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലാണ് ഇവർ ഇന്റർവ്യൂ കൊടുത്തിരുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളാണ് മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. തലാലിന്റെ ബ്രദർ ഈ തരത്തിൽ കളക്ട് ചെയ്യുന്ന മണിക്ക് മറ്റൊരു തരത്തിലുള്ള ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായും ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും എന്താന്ന് മോളോട് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയും വലിയ ടെൻഷനിലായിരുന്നു. സാറിന്റെ ടെൻഷൻ എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. 2017 മുതലല്ലേ സാറ് നിങ്ങളെ സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടായിട്ടുള്ളത്? അപ്പൊ അത് മുതലുള്ള സാറിന്റെ പ്രവർത്തനങ്ങൾ സാർ ഇത്രയും വരെയും ഏത് കാര്യങ്ങൾക്കും നിമിഷയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യാൻ സാർ തന്നെയാണ് ഇവിടെ ചെയ്തത്. ഈ 24 ഏപ്രിലാണ് ഞാൻ സാറിനോടൊപ്പം ഇവിടെ എത്തുന്നത്. ഇന്നവരെ ഞാൻ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഈ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു പൈസയുടെ ഇടപാട് ഇവിടെ ഇല്ല. സാറിന് പൈസയുടെ ഇടപാട് സാർ ഏറ്റിട്ട് ഉണ്ടായില്ല. പിന്നെ ഒരു പാവം അമ്മയെ കരുവാക്കിക്കൊണ്ടാണ് ഇവൻ ഈ കള്ള നാടകം കളിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അമ്മ അവിടെ പോയിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷമാകുന്നു. 1 വർഷമായിട്ട് ഈ സാമുവൽ ജെറോമിന്റെ അടുത്താണ് താമസിക്കുന്നത്. സാമുവൽ ജെറോമാണ് ഈ അമ്മയെ നോക്കുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്ക് വലിയ ലോക വിവരങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നും ഉള്ളതല്ല. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ സാമുവൽ ജെറോം പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. വാർത്തകൾ കാണുന്നില്ല. കേരളത്തിൽ നടക്കുന്ന ചർച്ചകളോ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളോ വാർത്തകളോ ഒന്നും അറിയുന്നില്ല. യമനിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പരിജ്ഞാനം ഈ അമ്മയ്ക്കില്ല. അവിടുത്തെ ഭാഷ അറിയത്തില്ല. അപ്പോൾ സാമുവൽ ജെറോം പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഈ അമ്മ പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൻ പറഞ്ഞ് പറയിപ്പിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഇവന്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് വേറെ വഴിയില്ല. അമ്മയുടെ സംസാരത്തിൽ തന്നെ അത് വ്യക്തമാണ്. നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തോ ഒരു അബദ്ധം വന്നുപോയി. നമ്മള് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ഷമിക്കുക എന്ന ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തോ ഒരു അബദ്ധം സംഭവിച്ചു. കണ്ടോ, അവൻ ഇടയ്ക്ക് കയറുന്നത് കണ്ടോ? ആ അമ്മ പറഞ്ഞു എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ആ അബദ്ധം പറ്റിയതിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി. അവന്റെ ഇംഗ്ലീഷ് ഇതാണ് ഞാൻ പറഞ്ഞ. ആ അമ്മയെ വെച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അറിയത്തില്ല ഒന്നും. കാരണം വാർത്തകൾ കേൾക്കുന്നുണ്ടായിരിക്കത്തില്ല. അവിടെ നടക്കുന്ന വാർത്തകളും കേൾക്കുന്നുണ്ടായിരിക്കത്തില്ല. ഇവിടെ നടക്കുന്ന വാർത്തകളും കേൾക്കുന്നുണ്ടായിരിക്കത്തില്ല. മാത്രമല്ല, സോഷ്യൽ മീഡിയ അമ്മ ഉപയോഗിക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നടക്കുന്ന ചർച്ചകളും യൂട്യൂബിൽ നടന്ന ഈ പോസ്റ്റ് പോലും അമ്മ കണ്ടിട്ടുണ്ടാവത്തില്ല. ഈ വിക്ടിമിന്റെ ബ്രദർ ആയിട്ടുള്ള തലാലിന്റെ ബ്രദർ ഇട്ട പോസ്റ്റ് പോലും ഈ അമ്മ കണ്ടിട്ടുണ്ടാവത്തില്ല. അഥവാ കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള പരിജ്ഞാനവും അമ്മയ്ക്കില്ല. പിന്നെ ഈ അമ്മ എങ്ങനെ മനസ്സിലാക്കാനാണ്? ഈ കള്ളം പറയുന്നത് മാത്രമേ ഈ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അവൻ പറയിപ്പിക്കുന്നത് തന്നെയാണ്. ആ അമ്മയെ വെച്ച് പറയിപ്പിക്കുകയാണ്. ആ അമ്മയെ വെച്ച് അമ്മയുടെ മോളെ വെച്ച് ഇവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. You know, Abdul Fattah has already removed the post, so we should not be talking about something that has already been removed. So it doesn't even make sense. Abdul Fattah has already removed the post. Can you explain the context that he posted that? I don't know. How could I talk about the context with somebody? I mean, like somebody can have posted it, somebody has removed it. So
we cannot go into his thought process. So if he has posted something, then probably I don't know why he posted it. So it is not about now proving whether it was true or false or anything. You need to understand this. It is not, I mean, because I have a great respect for Brother Abdul Fattah, and I have a very great honor for that family, and that will never change. And you need to understand, that is why yesterday I did not come to media. It is, what is the point in defending me? Why? You know, it is not between me and Brother Abdul Fattah. Here, the life of Nimisha is at stake. So I don't have to prove anything. People were throwing shit on me yesterday, and that is what, if God has allowed me to go through that yesterday, and I take it. I don't mind taking that. I mean, like, I have very well known what will come, because in 2017, when I got into that, there were people who came to my home and said, "Sam, are you crazy? Why are you taking this case, and why are you getting yourself involved?" Because, as you know, because this was a very bad precedent that was set here. And you need to understand, I mean, like, nobody is here to take care of mother. 1 year and 3 months, I am taking care of her like my mother. അവൻ്റെ ഒരു ഇംഗ്ലീഷ്, മലയാളം പോലും അറിയാത്ത ഒരാളെയാണ് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഇരുത്തിയേക്കുന്നത്. ആരെയാണ് നമ്മൾ നെഗോസിയേഷന് വേണ്ടിയിട്ട് ഇരുത്തുന്നത്? നമ്മൾ മധ്യസ്ഥത വഹിക്കാനിരിക്കുന്നത്. ഈ മധ്യസ്ഥത വഹിക്കുന്ന വ്യക്തിക്ക് 2 ആൾക്കാരുടെയും ഭാഷ അറിയണം. ഇപ്പൊ മലയാളിയാണ് ഒരു വശത്തിരിക്കുന്നത് യമനിയാണ്. അപ്പൊ 2 ആൾക്കാരുടെയും ഭാഷ അറിയണം. മലയാളം പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇയാൾ ഒരു തമിഴ് വ്യക്തിയാണ്, തമിഴ്നാട്ടുകാരനാണ്, തമിഴാണ് അറിയാവുന്നത്. ഒരു മലയാളിയെ ഏൽപ്പിക്കാമായിരുന്നല്ലോ. ഇയാൾക്ക് മലയാളം പോലും പറയാൻ വയ്യ. അപ്പൊ ഈ അമ്മയോട് ഇയാൾ ഏത് ഭാഷയിലായിരിക്കും പറയുന്നത്? ഇയാൾ പറയുന്ന മലയാളം ഈ അമ്മയ്ക്ക് മനസ്സിലാവണമെന്ന് പോലും ഒരിതുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇവന് മലയാളം പറയുന്നില്ല? മലയാളം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ മലയാളം പറയാൻ അയാൾക്ക് വയ്യ. അവൻ ഇംഗ്ലീഷിലേ അവൻ പറയത്തുള്ളൂ. മാത്രമല്ല, ഈ പോസ്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ അയാൾ പറയുന്നത്, അതായത് പോസ്റ്റ് ഇട്ട കോണ്ടസ്റ്റ് സാഹചര്യം, ഈ സാഹചര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ അവൻ ഇരുന്ന് ബബ്ബെ അടിക്കുകയാണ്. ഞാൻ എന്തിനു സംസാരിക്കണം? ഞാൻ എന്തിനു ബോധ്യപ്പെടുത്തണം? മലയാളികളെ ബോധ്യപ്പെടുത്തണം. കാരണം ഇത്രയും വർഷമായിട്ട് 8 വർഷമായിട്ട് ഇവൻ ഈ കേസിന്റെ പേരും പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികളെ മൊത്തത്തിൽ. നിമിഷപ്രിയയുടെ വീട്ടുകാരെ മാത്രമല്ല, മലയാളികളെ മൊത്തത്തിൽ ഇവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്തോ വലിയ സംഭവമാണ്, ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് പൈസ വേണം, പൈസ പിരിച്ചെടുത്ത്, എന്നിട്ട് അവസാനം പൈസ എവിടെ പോയി? 2017 തൊട്ടാണ് ഈ കേസ് ഇയാൾ ഏറ്റെടുക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നെഗോഷിയേറ്റർ ആയിട്ട് മാറുന്നത് 2017 ഇപ്പൊ 2025 ഈ 8 വർഷത്തിനിടയിൽ ഇയാൾ എന്ത് ചെയ്തെന്നാണ്? ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കുന്നിടം വരെ എത്തി, ഏറ്റവും അവസാനം വരെ എത്തി. ആ സമയത്ത് കാന്തപുരം ഇടപെട്ടതുകൊണ്ട്, എന്തോ ഭാഗ്യത്തിന് അവർക്ക് ആയുസ് ഉണ്ടായിരുന്നത് കൊണ്ടും കാന്തപുരം ഇടപെടാൻ തോന്നിയത് കൊണ്ടും അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ട് ഇത് നീട്ടിവെച്ചു. ഇല്ലായിരുന്നെങ്കിലോ? അതാണ് ഇവൻ ഏറ്റവും വലിയ അടിയായി മാറിയത്. കാരണം നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് പൈസ അടിച്ചു മാറ്റാം. ഇപ്പം പിരിച്ചു കിട്ടിയേക്കുന്ന പൈസ ഉണ്ടല്ലോ, ഈ പൈസ ആ പേരും പറഞ്ഞ് അടിച്ചു മാറ്റാം. പിന്നെ ആരും ചോദിക്കത്തില്ലല്ലോ. എന്തായാലും ശിക്ഷ നടന്നു, പിന്നെ അതിനെ പറ്റിയിട്ട് മലയാളികൾ ആരും തന്നെ സംസാരിക്കത്തില്ല. അങ്ങനെ പൈസ ചുളുവിന് അടിച്ചു മാറ്റാമെന്ന് ഇവൻ വിചാരിച്ചു കാണും. അല്ലാതെ ഇവൻ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, ഇവൻ ചെയ്ത കാര്യം സക്സസ് ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കുന്നിടം വരെ എത്തില്ലായിരുന്നു കാര്യങ്ങൾ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയാൾ സാധാരണ ഒരു മനുഷ്യനാണ്. നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടു. അതായത് ഒരു രാജ്യം, ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടുക എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇടപെടുക എന്നുള്ളതാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തത്തിൽ ഇടപെട്ടു എന്നാണ്. ഒരു രാജ്യം മൊത്തത്തിൽ ഇടപെട്ടിട്ട് നടക്കാത്തത് ഇവനെയും കൊണ്ട് നടക്കുവോ? നടക്കത്തില്ല. ഇപ്പോഴും ഇവൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ആ അമ്മ വിചാരിച്ചിട്ടുണ്ടാകാം ഇയാളല്ലേ എല്ലാം ചെയ്യുന്നത്, ഇനി ഇയാളെയും കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ടാകുക ആ അമ്മയെ. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ സംസാരിക്കുന്നത്. ഇനി അമ്മ നാട്ടിൽ വന്നിട്ട് ഈ ന്യൂസുകളൊക്കെ കണ്ടതിന് ശേഷമേ അമ്മയ്ക്ക് കാര്യങ്ങൾ വ്യക്തമാവത്തുള്ളൂ. 8 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവനാണ് ഇപ്പൊ കിടന്ന് അലയ്ക്കുന്നത് ഈ അവസാന നിമിഷം. ഇപ്പൊ കാന്തപുരം എന്താണ് ചെയ്തതുകൊണ്ട്, കാന്തപുരം ചർച്ച നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായി. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവത്തില്ല. മാത്രമല്ല, ഇവൻ പണം പിരിച്ചെടുത്തിട്ടുണ്ട്. 1 വർഷം മുമ്പ് മനോരമ ന്യൂസിന് ഇവനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ ഇവൻ കൃത്യമായിട്ട് പണത്തിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂവും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. It's also a part of the answer is belonging to the previous question. So the people who are going to assist us will send emissaries to that village. This is called a pre-negotiation. Okay. There are a lot of traditions for that, and there is actually, we have estimated about $20,000 to $40,000 for this pre-negotiation alone,
People have to understand. So where our people will take a fleet of cars and they will go to their place, they will stay in their place, and it's called a pre-negotiation. Let's say it's a pre-negotiation ritual. It's a more tribal ritual. So this is what it is. Now, when these all goes, and when the family agrees to forgive, that is when the talk of money comes. This will be decided by the tribal leaders. So there is a huge amount of money. We don't know what it is at this point of time. So there is a huge, and actually in context to what has happened for the Saudi release, as we all know, this will be much lesser to comparison to that. This will be not that huge, but this will be lesser to that. But there is a huge money that is required. Initially, there is a $40,000 requirement. I mean, initially that we immediately need it. Then as the negotiations progress, then we will... കേട്ടല്ലോ, $40,000, 20,000 മുതൽ $40,000 വരെ വേണം. അത് നെഗോസിയേഷന് വേണ്ടിയിട്ടല്ല, പ്രീ നെഗോസിയേഷന് വേണ്ടിയിട്ട്. അതായത് ഈ നെഗോസിയേഷൻ നടക്കുന്നതിന് മുമ്പ് തലാലിന്റെ കുടുംബത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് കാണിക്ക വെക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ സമ്മാനമൊക്കെ കൊണ്ടു കൊടുക്കത്തില്ലേ, അതേപോലെ അവർക്ക് നെഗോസിയേഷന് മുമ്പ് അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പോകുന്ന സമയത്ത് $40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി 34 ലക്ഷം രൂപയോളം വരും. അപ്പൊ അത്രയും രൂപ കൊണ്ടു കൊടുക്കണമെന്ന്. ഇത് 1 വർഷം മുമ്പത്തെയാണ്. അതായത് ഈ പ്രീ നെഗോസിയേഷന് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഓൾറെഡി പ്രീ നെഗോസിയേഷന് പോയി കാണും. പക്ഷേ തലാലിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത്, ഞങ്ങൾക്ക് 1 രൂപ പോലും കൊണ്ട് തന്നിട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ പൈസ വാങ്ങിക്കത്തുമില്ല, മാത്രമല്ല ഇയാള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുമില്ലെന്ന്. ഇപ്പൊ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പൈസ എവിടെ പോയി? അതിന്റെ കണക്കുകൾ എവിടെ? ഡോക്യുമെന്റ്സ് എവിടെ? ഇതൊക്കെ ഹാജരാക്കാനുള്ള ഉത്തരവാദിത്തം ഇയാൾക്കുണ്ട്. തെളിവുകൾ ഹാജരാക്കാനുള്ള ഉത്തരവാദിത്തം ഇയാൾക്കുണ്ട്. വെറുതെ വന്നിരുന്ന് ഇംഗ്ലീഷിൽ വന്ന് കിടന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ. ഇംഗ്ലീഷ് വന്ന് കമട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ ഉള്ള ഇടപെടലും കൂടി ഇയാൾ മുടക്കും. ഇയാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ തലാലിന്റെ കുടുംബത്തെ ഇൻവോൾവ് ആക്കി അവരുടെ കുടുംബത്തെ ദേഷ്യം കയറ്റിയിട്ട് ഇതെങ്ങനെയെങ്കിലും നടപ്പിലാക്കണം, ശിക്ഷ നടപ്പിലാക്കണം. അതാണ് ഇയാളുടെ ഉദ്ദേശം. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും തലാലിന്റെ കുടുംബവുമായിട്ട് നമ്മളുടെ സൂഫി വൈര്യന്മാരും നമ്മുടെ കാന്തപുരം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ, മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റും കൂടി ഇടപെടുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒപ്പം നിന്ന് കാന്തപുരം ചെയ്യാമെന്നാണ് കാന്തപുരം പറഞ്ഞേക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാന്തപുരം ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി മുന്നോട്ട് വെച്ചേക്കുന്ന ഈ ഒരു ചർച്ച, മുന്നോട്ട് വെച്ചേക്കുന്ന ഈ കാര്യങ്ങൾ, അതൊന്നും നടക്കരുത്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഇവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നടക്കാതിരുന്നെങ്കിൽ മാത്രമേ ഇവന് പൈസ കിട്ടത്തുള്ളൂ. ഇവൻ ഭൂലോക കള്ളനാണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ? 8 വർഷം കൊണ്ട് ഇവൻ ഒന്നും ചെയ്തില്ല. ഇവനെ അങ്ങ് പിരിച്ചു വിട്ടേര്. ഇവന്റെ ആവശ്യമില്ലെന്ന് പറ. അതാണ് ചെയ്യേണ്ടത്. ഈ ആക്ഷൻ കൗൺസിൽ തന്നെ പറ ഇവനോട്, നീ ഇനി ഒന്നും ചെയ്യണ്ട, ഇയാളുടെ സഹായമൊക്കെ മതി, ഇയാൾ ചെയ്തിടത്തോളം മതി, ഇയാൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഇയാളെയും കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ഒന്നും ചെയ്യുകയും വേണ്ട, മലയാളികളെ പറ്റിച്ചിടത്തോളം മതി.